ആർക്കൊക്കെ ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടായിട്ടുണ്ടോ, ആ സ്ഥലവും ആ വ്യക്തികളും പിന്നെ പഴയതുപോലെ ആയിരുന്നിട്ടില്ല. ഇന്നും അതേപോലെ ചില സംഭവങ്ങൾ ഈ ആരാധനാലയത്തിനകത്ത് സംഭവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും എഴുതുന്നത് ഞാൻ കാണുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓൺലൈനിൽ എന്നെ കാണുന്നവരുണ്ട്, അവരിലും ചിലർ എഴുതുന്നുണ്ട്. വേദപുസ്തകത്തിൽ നിങ്ങൾ ഈ ഭാഗം പെട്ടെന്ന് വായിച്ച് വിടുകയാണ്. അബ്രഹാമിന്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ എഴുതുന്ന കൂട്ടത്തിൽ ഇത് വിട്ടുപോകല്. പ്രധാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഇതിന്റെ ഒരു സെന്റർ പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരായി, മനസ്സിലാക്കിയവരായി, സ്വീകരിക്കുന്നവരായി ഒപ്പം നിൽക്കണം. അബ്രഹാമിന് വേദപുസ്തകത്തിനകത്ത് 3 പ്രാവശ്യം ഏഞ്ചലിക് വിസിറ്റേഷൻ. ഞാൻ ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ എന്ന് പറയുന്നത്, എനിക്ക് ദൂതന്മാരുടെ സന്ദർശനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആ വാക്ക് പറയാൻ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ്. ഏഞ്ചലിക് വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ സന്ദർശനം. അബ്രഹാമിന് 3 തവണ ഏഞ്ചലിക് വിസിറ്റേഷൻ അഥവാ ദൂതന്മാരുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യത്തിലും, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിലും ആ വിസിറ്റേഷൻ കാണുന്നു. ഉൽപ്പത്തി 22:11 എഴുതിയിട്ടുണ്ട്, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു, ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. 3 തവണ അബ്രഹാമിന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. അബ്രഹാമിന്റെ മേളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ, ആ മനുഷ്യനെ വിശ്വാസികളുടെ പിതാവാക്കി തീർക്കുവാൻ ദൈവം ഉപയോഗിച്ചത്, ദൈവം അയച്ചത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം സെൻഡ് ചെയ്തത് തന്റെ ദൂതന്മാരെയാണ്. ഹാഗാർ എന്ന സഹോദരിക്ക് വേദപുസ്തകത്തിൽ 2 തവണ, ഹാഗാർ എന്ന സഹോദരിക്ക് 2 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ഇത് കഥാപുസ്തകമല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ ഒരു വസ്തുതയല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹാഗാറിന് 2 തവണ, 2 times, 2 തവണ ദൈവത്തിന്റെ ദൂതന്മാർ സന്ദർശിക്കുവാനിടയായി. ഉൽപ്പത്തി 16:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 21:17 വാക്യം ഹാഗാറിനുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. ലോത്തിനും സോദോമ്യർക്കും, ബൈബിളിൽ കാണുന്ന ലോത്തും അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തും ആ സോദോം നിവാസികൾക്കും ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട്, ആ ദൂതൻ പറഞ്ഞെ കണ്ടിട്ട് പലയിടത്തും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, ഈ പുസ്തകം ആവർത്തിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ കാണുന്ന പല പുസ്തകങ്ങളും അവരെഴുതി തീർത്തു, അതോടെ അത് കഴിഞ്ഞു. പക്ഷെ ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ പ്രവർത്തികളും, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ഇത് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അവസാനിച്ച ബുക്കല്ല, ഇത് തുടങ്ങിയതാണ്. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് നോക്കി, ഇവിടെ ദൂതന്മാരെ ലോത്ത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്യണം, ആ കണ്ടു എന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലൈഫിലും ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകാൻ. കർത്താവ് എന്നെ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത്, ആ സഹോദരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ക്യാൻസർ ആണെന്നും അത് 4th സ്റ്റേജിലാണെന്നും ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്ന ഒരാളുടെ പേര്, അവളുടെ ഡീറ്റെയിൽസ്, ആ സാഹചര്യം ഒരാളെ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രൊഫറ്റിക് സ്പിരിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോർമലി പറഞ്ഞ കാര്യങ്ങൾ പിടിക്കാൻ പറ്റുന്നില്ല, ഹയർ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
കാരണം നിങ്ങളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഹയർ ഇലത്തിൽ പിടിക്കാനുള്ള ഇരിപ്പല്ല. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് 3 പ്രാവശ്യം ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. വീടും നാടും ഊരും എല്ലാം വിട്ട് സകലതും തകർന്ന് തരിപ്പണമായി, നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനാണ് ആ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കല്ല് തലയണ വെച്ച് ഉറങ്ങുന്നത്. എന്നാൽ അന്ന് ആ ഡ്രീമിനകത്ത്, ആ സ്വപ്നത്തിനകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ട യാക്കോബിന്റെ അവസ്ഥ പിന്നെ പഴയതുപോലെ ആയിരുന്നില്ല. I completely believe when the angel of the Lord visits you, you will never be the same. When the angel of the Lord visits you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയതുപോലെ ആയിരിക്കുകയില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. വീണ്ടും ദൂതന്മാരുടെ സന്ദർശനം യാക്കോബിന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. വീണ്ടും ഏഞ്ചലിക് വിസിറ്റേഷൻ. 31:11 ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് പറഞ്ഞു. ദൂതനെ കാണുക മാത്രമല്ല, ദൂതന്മാരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ, ഭാഷ മനസ്സിലാക്കാനുള്ള ഗ്രേസും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നു. ദൂതന്മാർക്ക് ഭാഷയുണ്ടെന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഏഞ്ചലിക് ലാംഗ്വേജ്. ഏഞ്ചലിക് ലാംഗ്വേജ്. യാക്കോബ് അത് കേൾക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോശയ്ക്കുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയെ ദൂതൻ സന്ദർശിക്കുകയാണ്. അവിടെ യഹോവയുടെ ദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് മുൾപടർപ്പിൽ ദൈവം മോശയെ കാത്തുനിന്നു എന്നാണ്. ശരിയാണ്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, ദൈവം അയച്ചിട്ട് നിൽക്കുന്ന ദൈവദൂതൻ തന്നെയാണത്. And the angel of the Lord appeared into him. ഒരു ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷമായി, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ ഒരു എൻകൗണ്ടറോട് കൂടെ വിക്കനായ മോശ ഇസ്രായേലിന്റെ ലീഡറായി തീരുകയായിരുന്നു. Again I tell you, when the angel of the Lord visits you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയ അവസ്ഥയിൽ തുടരുകയില്ല. എങ്ങനെയാണ് ചെങ്കടൽ രണ്ടായത്? നമ്മൾ ചെങ്കടൽ രണ്ടായ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ചെങ്കടലിന് മുമ്പിൽ നിന്ന് കൈ നീട്ടി, വടി നീട്ടി പ്രാർത്ഥിച്ചു. ചെങ്കടൽ രണ്ടായി. അത്രേ നമ്മൾ വായിച്ചിട്ടുള്ളൂ, പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ സൈന്യത്തിന് മുൻപായി, ഇസ്രായേൽ ജനത്തിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി. പെട്ടെന്ന് അവരുടെ മുമ്പേ നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ദൂതൻ പുറകോട്ട് പോയപ്പോൾ മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പുറകോട്ട് പോയി. ദൂതൻ മുൻപിൽ നിന്ന് മാറിയപ്പോൾ മേഘസ്തംഭവും പുറകോട്ട് പോയി. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണം. അത് എന്ന് വെച്ചാൽ ഏഞ്ചൽസ്. That cloud അവരുടെ മധ്യേ നിന്നു. ഇസ്രായേൽ ജനത്തിന് മേഘവും
ഇസ്രായേൽ ജനത്തിന് പ്രകാശവുമായിരുന്നു. എന്നാൽ മറ്റേ കൂട്ടർക്ക്, മിസ്രൈമ്യർക്ക് മേഘവും അന്ധകാരവുമായി. മുൻപിൽ പോയിരുന്ന ഏഞ്ചൽസ് പുറകോട്ട് പോയപ്പോൾ ആ മുൻപിൽ പോയിരുന്ന ക്ലൗഡ് പുറകോട്ട് മൂവ് ചെയ്യാണ്. ആ ഏഞ്ചലിക് എൻകൗണ്ടറിലാണ് 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മോശ കടലിന്റെ മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ ആ കാറ്റിന്റെ പുറകിൽ ഏഞ്ചൽസ് ഉണ്ട്. ഇന്ന് ഈ പകൽ ഞാൻ ഈ സഭായോഗത്തിൽ പറയുന്നു, ദൂതൻ നിനക്ക് വേണ്ടി ചില സൂപ്പർ നാച്ചുറൽ വഴികൾ വെട്ടുകയാണ്. ദൈവദൂതൻ നിനക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് പകൽ വെട്ടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മോശ ചെങ്കടലിന്റെ മുൻപിൽ കൈ നീട്ടി എന്ന് മാത്രം വായിക്കുന്നു, കാറ്റടിച്ചത് കാണുന്നു. പക്ഷെ കാറ്റടിക്കുന്നതിന് മുൻപ്, കൈ നീട്ടുന്നതിന് മുൻപ് അവിടെ മാസീവായി വെളിപ്പെട്ട ഒരു ഏഞ്ചലിക് ഗ്രൂപ്പ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു ഫറവോന്റെ സൈന്യത്തിനും ഒരു പൈശാചിക മേഖലയ്ക്കും തന്റെ ജനത്തെ അവരുടെ രോമത്തെ തൊടാൻ പറ്റാത്ത നിലകളിൽ, in the name of Jesus I decree and I declare the angelic protection in your life. I decree and declare the mighty angelic protections to your life in the name of Jesus. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗീയ ദൂതന്മാർ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിലയാം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഫറ്റാണ്, ഒരു പ്രവാചകനാണ് ബിലയാം. ബിലയാം ദ്രവ്യാഗ്രഹത്തിൽ പെട്ടുപോയി. ദ്രവ്യാഗ്രഹത്തിൽ വീണ ബിലയാം കൂലി കൊതിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ ബിലയാമിനെ തിരിച്ചു പിടിക്കാനും ദൈവം അയച്ചത് ഏഞ്ചൽസിനെയാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ബിലയാമിനോട് ദൂതൻ ഇടപെടുന്നത് കാണാം. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ദൂതൻ കേറി വഴിയെ നിന്നു, ദൂതൻ കേറി നടുക്ക് നിന്നു. ഹല്ലേലൂയ. ദൂതൻ കേറി നടുക്ക് നിന്നാൽ പിന്നെ ഒരുത്തനും ചലിക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കേണ്ട. ബിലയാമിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവന്റെ കഴുതയ്ക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. 22-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ വാള് ഊരി പിടിച്ചുകൊണ്ട് വഴി നിൽക്കുന്നത് കഴുത കണ്ടു. ഇത് കണ്ട കഴുതയ്ക്ക് മനസ്സിലായി, മേളിയിരുന്ന പുള്ളിക്ക് മനസ്സിലായില്ല, അവൻ ജഡത്തിലാണ്. ജഡത്തിലിരിക്കുന്ന നിനക്ക് ഇതൊന്നും മനസ്സിലാകുകയല്ല. പക്ഷേ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായതിനെ ചില കഴുതകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. വലിയ ബുദ്ധിമാന് കാണാൻ പറ്റാത്തത് വലിയ വലിയ ആത്മീകന്മാർക്ക് കാണാൻ പറ്റാത്തത് കഴുതയ്ക്ക് കാണാൻ കഴിയുന്നു. കഴുത ഈ കാഴ്ച കണ്ടു. ആ കഴുത, ദൂതൻ വാളും ഊരി പിടിച്ച് നിൽക്കുന്ന വഴിയിൽ നിന്ന് കഴുത മാറിപ്പോയി. പക്ഷേ ബിലയാം ആ കഴുതയെ ആ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ആ കഴുതയെ അടിച്ചു. ആ കഴുതയെ അടിച്ചു. ഉടനെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കു വഴിയിൽ നിന്നു. ഏഞ്ചൽ അടുത്ത റൂട്ടിലേക്ക് മൂവ് ചെയ്തു. സെക്കൻഡുകൾ കൊണ്ട് കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിലേക്ക് ഒതുങ്ങി. ബിലയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെരുക്കി. കഴുത ബിലയാമിന്റെ കാൽ ചേർത്ത് മതിലിനോട് ചേർത്ത് അവൻ കഴുതയുടെ മേളിലിരിക്കുക. മൂവ് ചെയ്യല്ല്, മൂവ് ചെയ്യല്ല്, മൂവ് ചെയ്യല്ല്. നിന്നോട് ദൈവം പറയുന്നു, നീ സഭയ്ക്കെതിരെ മൂവ് ചെയ്യരുത്. നീ ദൈവിക പ്രവർത്തികൾക്കെതിരെ മൂവ് ചെയ്യരുത്. നീ ദൈവിക ആലോചനക്കെതിരെ മൂവ് ചെയ്യരുത്. മൂവ് ചെയ്യരുത്. 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്ന്
ഇടത്തോട്ടും വലത്തോട്ടും മാറാൻ വഴിയില്ലാതെ ആ ഇടുക്കിൽ നിന്നു. വേദപുസ്തക ചരിത്രത്തിൽ ആദ്യമായി 27-28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലയാമിന്റെ കോപം ജ്വലിച്ചവൻ കഴുതെ പിന്നെയും അടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുത, ഒരു മൃഗം വായി തുറന്നിട്ട് എബ്രായ ഭാഷയിൽ സംസാരിച്ചു. കാരണം ഏഞ്ചൽസ് വർക്ക് ചെയ്യുകയാണ്. Today I can see that angels are working for them. Thank you, Lord. Amen. Joshua. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജോഷുവ എന്ന് പറയുന്ന മനുഷ്യന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുന്നു. പുറപ്പാട് പുസ്തകം 23-20 മുതലുള്ള വാക്യം വായിക്കാൻ സമയമില്ല. പുറപ്പാട് പുസ്തകം 32-34 വാക്യം, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഞാൻ ഈ വാക്യം ഈ സഭായോഗത്തിൽ ഈ വചനം ഞാൻ സ്വീകരിച്ച് ഞാൻ ചിലർക്ക് വേണ്ടി പറയുന്നു. നിന്നെ വഴിയിൽ കാക്കേണ്ടതിനും നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനും ഇന്ന് പകൽ തന്റെ ദൂതന്മാരെ അവൻ നിനക്ക് വേണ്ടി അസൈൻ ചെയ്യട്ടെ. ഗിദയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ ഒരു ദൂതൻ ഓഫ്രിയയിൽ അബിയേസനായ യോവേഷിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. ഗിദയോൻ തകർന്നു നിൽക്കുകയാണ്. മിദ്യാന്യ ശക്തികൾ ഇസ്രായേൽ ജനത്തിന്റെ നന്മ കവർന്നെടുക്കുകയാണ്. ആ ഗിദയോനെയും ഇസ്രായേൽ ജനത്തെ തിരിച്ചു പിടിക്കാൻ 12-ാമത്തെ വാക്യത്തിൽ ഏഞ്ചലിക് എൻകൗണ്ടർ ഗിദയോൻ ഉണ്ടാകുകയാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കഥാപുസ്തകം അല്ല, ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രമല്ല, ഇന്ന് രാവിലെ ഇറങ്ങിയ ന്യൂസ് പേപ്പർ അല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ്. അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദയോന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുകയാണ്. മനോഹയുടെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ശിംശോന്റെ അമ്മ, ശിംശോന്റെ പിതാവാണ് മനോഹ. ശിംശോൻ ജനിക്കുവാൻ കാരണമായത് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ശിംശോന്റെ അമ്മയായ മനോഹയുടെ ഭാര്യയായ സഹോദരിക്കും മനോഹയ്ക്കും ദൈവദൂതന്മാരുടെ സന്ദർശനം ഉണ്ടാകുകയാണ്. The most important thing, ഈ ബൈബിളിനകത്ത് ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ധാരാളം ഉണ്ടായ മനുഷ്യനാണ് ദാവീദ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ധാരാളം ഉണ്ടായ മനുഷ്യനാണ് ദാവീദ്. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 24-ാം അധ്യായത്തിലും ആ 24-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളൊന്ന് നോക്കിയേ. 2 ശമൂവേൽ 24, 15, 16, 17. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിനുമേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. 17-ാം വാക്യം നോക്കിയേ. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടു. ഇത് നടക്കണം.
ദാവീദ് യുദ്ധം ജയിച്ചത്, അല്ലെങ്കിൽ ദാവീദ് ഓരോ ഫൈറ്റിലും ശക്തനായി മാറിയത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത വോയിസ്, നിങ്ങൾക്ക് കേൾക്കാൻ കാണാൻ കഴിയാത്ത സ്പിരിച്വൽ റിലംസ് ആ അഭിഷിക്തൻ ആത്മതലങ്ങളിൽ കാണുമായിരുന്നു. രണ്ട് ശമൂവേലിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടെ, ഇത് ദാവീദ് പറയാണ്, ബാക്കാ വൃക്ഷം എന്ന് പറഞ്ഞാൽ മൾബറി ട്രീ, മൾബറിയുടെ വലിയ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിലൂടെ അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. ബാക്കാ വൃക്ഷങ്ങളുടെ ഇലകൾ, അതിന്റെ അഗ്രങ്ങളിലൂടെ ഇങ്ങനൊരു സൈന്യം മാർച്ച് ചെയ്യുന്നത്, അതിന്റെ ഇലകൾ മൂവ് ചെയ്യുന്നത് ദാവീദ് സ്പിരിറ്റുലത്തിൽ കേൾക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. ഇന്ന് പകലിൽ ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിലൂടെ നടന്ന സൈന്യം എൽഷദായി ചർച്ചിനകത്ത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ലിസൺ, പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് എനിക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി റെഫറൻസ് ഒത്തിരി പറയാൻ, വായിപ്പിക്കാൻ നേരെയില്ല, എഴുതിയെടുത്തോ, ശ്രദ്ധിച്ചോ. ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യന് 4 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. ഒന്ന് രാജാക്കന്മാർ 19:5 മുതൽ 7 വരെ, വായിപ്പിക്കാൻ നേരെയില്ല അധികം. 2 രാജാക്കന്മാർ 1:3 മുതൽ. ഏലീശായിക്കും ദാസനും ദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായി. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-17 വാക്യം. അശൂര്യർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. 2 രാജാക്കന്മാർ 19:35 വാക്യം. എബ്രായ ബാലന്മാർക്ക് എരിയുന്ന തീച്ചുളയുടെ നടുവിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 25 മുതൽ 28 വരെ. ദൂതന്മാർ തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി നിന്നു. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരുന്നു. ആ ദൂതൻ ആ തീക്കകത്തിറങ്ങിയ ഒറ്റ കാരണം കൊണ്ട്, തീ എന്ന് പറയുന്നത് ചൂടാണ്, ആ ചൂടിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഏഞ്ചൽസ് ആ ചൂടിനെ കട്ട് ചെയ്ത് കളഞ്ഞു. വെറും ഫ്ലെയിംസ് മാത്രമായി. ഇന്ന് പകൽ നിനക്ക് എതിരെ നിൽക്കുന്ന സകല തിന്മയെ കട്ട് ചെയ്ത് കളയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റാപായാലോ റോക്കോബോയോ നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല തിന്മയും Nebuchadnezzar was a very rude ruler in that time. വളരെ ഒരു വ്യത്യസ്തനായ ഭരണാധികാരിയായിരുന്നു നെബൂഖദ്നേസർ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൂതൻ നെബൂഖദ്നേസറിന്റെ റൂമിൽ ഇറങ്ങി വന്നവന്റെ ഭിത്തിക്കകത്ത് എഴുതി. Hallelujah. The most important thing, Prophet ദാനിയേലിന് 5 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം, 8-ാം അധ്യായം 16-ാം വാക്യം, 9-ാം അധ്യായം 21-ാം വാക്യം, 10-ാം അധ്യായം 5 മുതലുള്ള വാക്യം, 12-ാം അധ്യായം 5 മുതലുള്ള വാക്യം. ഈ ഭാഗങ്ങളിലെല്ലാം ദാനിയേലിന് ദൂതന്മാരുടെ സന്ദർശനം ഉണ്ടായത് കാണാം. പ്രൊഫറ്റ് സക്കറായ, പഴയ നിയമ പ്രവാചകനായിരുന്ന പ്രൊഫറ്റ് സക്കറായയ്ക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യാമോ? ജസ്റ്റ്
പൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. ചിറകുള്ള സ്ത്രീ. Amen. Hallelujah. ഇതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കയറാൻ പോവാണ്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? Amen. Yes. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. Amen. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. ഏഞ്ചൽസ് ആർ ഡിഫറെന്റ്. Amen. And behold, there came out two women, and the wind was their wings, and the wind was in their wings. Thank you, Jesus. ഇനി ഇത് മാറ്റാൻ പറ്റുമോ? സക്കറിയാവ് കണ്ടതല്ലേ? ബൈബിളിൽ എഴുതിയതല്ലേ? അച്ചായം പഠിച്ചു വെച്ചത് ഇത് മറ്റേത് മാത്രമേ ഉള്ളെന്ന് കരുതി ഇതിനി മാറ്റാൻ പറ്റുമോ? Amen. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇനി നിങ്ങൾ അതിന്റെ റിയൽ ഭാഗത്തേക്ക് വരികയാണ്. ബിക്കോസ് ഓഫ് ടൈം. സക്കറായ 7 times ഏഞ്ചലിക് വിസിറ്റേഷൻ. പുതിയ നിയമത്തിലെ ജോസഫ് ആരാണ്? യേശുവിന്റെ വളർത്തച്ഛൻ ജോസഫ്. 3 തവണ അദ്ദേഹത്തിന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. ഡ്രീമിൽ വിസിറ്റേഷൻ ഉണ്ടായി. ദൂതൻ സ്വപ്നത്തിൽ വന്നാണ് ജോസഫിനോട് പറയുന്നത്, നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ മറിയെ നീ വിസമ്മതിക്കരുത്, അവളിൽ തലമുറ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ഒരു ഏഞ്ചലാണ് ഡ്രീമിൽ വന്ന് ജോസഫിനോട് പറയുന്നത്. ലിസൺ ടു മീ. മറ്റൊരു സന്ദർഭത്തിൽ യേശു കർത്താവ് എന്ന കുഞ്ഞിനെ ഹെരോദാവ് കൊന്നുകളയുന്ന കാഴ്ച ഡ്രീമിൽ ജോസഫ് കണ്ടു. ആ സമയത്ത് ദൂതൻ അതേ ഡ്രീമിൽ വന്ന് ജോസഫിനോട് പറയുകയാണ്, നീ കുഞ്ഞിനെയും അമ്മയും കൂട്ടി വേഗത്തിൽ ഇവിടം വിട്ടു പോകുക. ഈ കുഞ്ഞ് മരിക്കുന്നതായിട്ടാണ് ജോസഫ് കണ്ടത്. ഈ ചില ഡ്രീമുകൾ നിങ്ങൾ കാണുന്നത്, ചില മരണങ്ങളൊക്കെ കാണുന്നത് അത് നടക്കാനല്ല, നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഡ്രീമിനും ഓരോ അർത്ഥമുണ്ട്. ഓരോ ചെറിയ കളറിന് പോലും ഓരോ മീനിങ്ങുകളുണ്ട്. One day I will teach you that. Amen. Hallelujah. Hallelujah. ജോസഫിന് 3 തവണ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ട്. മറിയത്തോട് ദൂതനാണ് വന്ന് പറയുന്നത്. ലൂക്കോസ് 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനം. ഗബ്രിയേൽ ദൂതൻ നസ്രയത്ത് എന്ന പട്ടണത്തിൽ, ഗലീല പട്ടണത്തിൽ, come on, let us read it together. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കലെത്തി. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമ്പോൾ 8ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ പറയുന്നത് കൺഫേം ചെയ്യുന്നുണ്ട്. 29ാമത്തെ വാക്യം കാണിച്ച് 29ാമത്തെ വാക്യം, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്ത് വന്ദനം എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ 30ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ആ പ്രസൻസിനെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല അത്. ചില കാഴ്ചകൾ ഒരു പക്ഷേ നോർമലി ഏഞ്ചൽസ് അപ്പിയർഡ് ആയാൽ നിങ്ങൾ ബോധം പോകും, നിങ്ങൾ തറയെ പോകും. നമുക്ക് അതിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഏഞ്ചൽസ് ഒരാൾക്ക് മാനിഫെസ്റ്റഡ് ആകാൻ, ഏഞ്ചൽ ഒരാളുടെ അരികിൽ വരാൻ ദൈവത്തിന്റെ നിയോഗം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ ദൂതന്മാർ ആ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരും. എന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയുന്നു, ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില അറ്റ്മോസ്ഫിയറുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടും. Do not be afraid. Fear not, Mary.
fear not, for the horse found favor with God. Mary, you found the favor of God. ദൂതൻ പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കുകയാണ്. അതേ, ദൈവത്തിന്റെ ഒരു ദൂതുവാഹിയായ ഒരു കർത്തൃദാസനായി നിന്ന് ഈ വചനം എടുത്തുയർത്തി പറയുന്നു, ഇന്ന് പകൽ നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുകയാണ്. ഞാനിത് സ്വീകരിക്കുന്നു, എന്റെ കുടുംബം ഇത് സ്വീകരിക്കുന്നു, ഈ സഭ ഇത് സ്വീകരിക്കുന്നു. സഖറിയ, എലിസബത്ത് ആൻഡ് സഖറിയ, ഏഞ്ചലിക് വിസിറ്റേഷൻ. ആട്ടിടയന്മാർക്ക് ആരാ പ്രത്യക്ഷമായേ? ദൂതന്മാർ. യേശു കർത്താവിന് പലതവണ 2-3 റെഫറൻസ് പറയാം. മത്തായി 4:11 യേശു ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ, സാത്താൻ പരീക്ഷിക്കുമ്പോൾ, ആ പരീക്ഷകളെ കഴിഞ്ഞ് പിശാച് പോകുമ്പോൾ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. ലൂക്കോസ് 22:43 ഗെത്സമനയിൽ ദൂതൻ അവനെ ബലപ്പെടുത്തി. അപ്പോസ്തലന്മാർക്ക് പലതവണ, മഗ്ദലക്കാരി മറിയത്തിന് കല്ലറവാതിക്കൽ ദൂതൻ പ്രത്യക്ഷമാകുകയാണ്. പത്രോസിനും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തി 5:19 ഏഞ്ചൽ അപ്പിയർഡ് ആകുകയാണ്. ഫിലിപ്പോസ് എന്ന അപ്പോസ്തലന് അപ്പോസ്തല പ്രവൃത്തി 8:26 ദൂതൻ പ്രത്യക്ഷമാകുകയാണ്. കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യന് അപ്പോസ്തല പ്രവൃത്തി 10:3, 30, 31, 32 ഇത് പ്രൊഫറ്റിക്കുമായി റിലേറ്റഡ് ആണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 10 ആ 3 മുതലുള്ള ഭാഗങ്ങൾ, അതിന്റെ 31, 32 വാക്യങ്ങളൊക്കെ പ്രൊഫറ്റിക്കുമായി റിലേറ്റഡ് ആണ്. അതിലേക്ക് പോകാൻ സമയമില്ല. പത്രോസിന് കാരാഗൃഹത്തിൽ ദൂതൻ പ്രത്യക്ഷമായി. ആ ദൂതൻ കാരാഗൃഹത്തിൽ പ്രത്യക്ഷമായപ്പോൾ ബൈബിൾ പറയുന്നു, അവന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി. കാരാഗൃഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ വചനം എടുത്ത് പറയാം. ഈ ദൂതന്മാർ, നിങ്ങൾക്കറിയാമോ, ദൂതന്മാർക്ക് മരണമില്ല, ദൂതന്മാർ പെറ്റുപെരുകുന്നില്ല. ബൈബിളിൽ യേശു പറയുന്നു, ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. ദൂതന്മാർക്ക് മരണമില്ല. ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ ലോർഡ്. അവരെ ദൈവം അസംഖ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൂതന്മാർക്ക് മരണമില്ലെങ്കിൽ അന്ന് പത്രോസിന് വേണ്ടി ഗേറ്റ് തുറന്ന ഏഞ്ചൽസ് ഇന്നും ഉണ്ട്. ഇന്ന് പകൽ ഈ ഓൺലൈനിൽ കാണുന്നവരോ ഈ ചർച്ചിൽ ഇരിക്കുന്നവരോ ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 23-ാം വാക്യം. Paul the apostle, are you listening me? Hallelujah. Hallelujah. അപ്പോസ്തലനായ പൗലോസിന് പലതവണ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൃപാവരങ്ങളെ കുറിച്ചും സ്പിരിച്വൽ റിലത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് പൗലോസാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികളിലും, അപ്പോസ്തല പ്രവൃത്തി ഐ തിങ്ക് 27-ാം അധ്യായം, 7-ാം അധ്യായം അല്ല 27-ാം അധ്യായം 23-ാം വാക്യത്തിനകത്ത്, അന്ന് രാത്രിയിൽ ഈ കപ്പൽ മുഴുവൻ ഈശാലമൂലൻ അടിച്ച് തകർന്നു നിൽക്കുമ്പോൾ എല്ലാവരും മരിക്കുമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ പൗലോസ് പ്രഭാതത്തിൽ വന്ന് പറയുന്നുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുത്തു വന്നു, എൻ്റെ അടുക്കൽ നിന്നു. ആ ദൂതൻ പറഞ്ഞു, ആ ഏഞ്ചൽ പറഞ്ഞു 24-ാം വാക്യത്തിൽ, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. Nothing will happen. You don't worry about anything. ഈ സാഹചര്യത്തെ കണ്ടോ, ഈ കൊടുങ്കാറ്റിനെ കണ്ടോ, ഈ ഈശാനമൂലനെ കണ്ടോ, തകരുന്ന കപ്പൽ കണ്ടോ, നീ തകരത്തില്ല, നീ വലയണ്ട. കാരണം പലകകളല്ല നിന്നെ വെള്ളത്തിൽ നിർത്തിയിരിക്കുന്ന ഏഞ്ചൽസ് ആണ്. വീണ്ടും ഉത്സാഹമുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു. Can I prophesy? ഉത്സാഹമുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു. നിന്നെ നിർത്തിയിരിക്കുന്നത് സാഹചര്യങ്ങളല്ല, നിന്നെ നിർത്തിയിരിക്കുന്നത് സംഘടനയല്ല, നിന്നെ നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യനല്ല, നീ നിൽക്കുന്ന പ്ലാറ്റ്ഫോം പലക കണ്ണങ്ങളല്ല, നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് ആണ്. നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് ആണ്.